അള്ളാഹുവിൻ്റെ ആസ്തിക്യം അറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ. 7 ആകാശങ്ങളെയും അവയെപ്പോലെ തന്നെ ഭൂമിയെയും സൃഷ്ടിച്ചവനാണ് അള്ളാഹു. അവയ്ക്കിടയിൽ കൽപ്പന ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്നും എല്ലാ വസ്തുക്കളെയും അറിവുകൊണ്ട് അവൻ വലയം ചെയ്തിരിക്കുന്നു എന്നും നിങ്ങൾ അറിയാൻ വേണ്ടി. വിശുദ്ധ ഖുർആൻ 65:12. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അവൻ സർവജ്ഞനും സർവശക്തനുമാണ്. അവനെ മറികടക്കാനോ തോൽപ്പിക്കാനോ നമുക്കാവുകയില്ല. അതിനാൽ സൃഷ്ടാവിൻ്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും അനുസരിക്കുക മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ. മനുഷ്യരെ, നിങ്ങളുടെ നാഥനിൽ നിന്ന് സത്യവും കൊണ്ടാണ് ദൂതർ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. മനുഷ്യരെ, നിങ്ങളുടെ നാഥനിൽ നിന്ന് സത്യവും കൊണ്ടാണ് ദൂതർ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൂതരിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ. അതാണ് നിങ്ങൾക്ക് അത്യുത്തമം. നിങ്ങൾ നിഷേധിക്കുന്നുവെങ്കിൽ ഓർക്കുക, ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിനാണ്. അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമാകുന്നു. വിശുദ്ധ ഖുർആൻ 4:170. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്നതിന് വിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ തെളിവായിരുന്നിട്ടും സത്യനിഷേധത്തിൻ്റെ മാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. സത്യനിഷേധികളും കപടവിശ്വാസികളും അവർക്ക് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയോ അവരെ നേർമാർഗത്തിലാക്കുകയോ ഇല്ല. കഠിനമായ നരകശിക്ഷ അവർ അനുഭവിക്കേണ്ടതായി വരികയും ചെയ്യും. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച് സത്യമാർഗത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് എല്ലാവർക്കും നല്ലത്. ഇല്ലെങ്കിൽ അതിൻ്റെ ദോഷം അവർക്ക് തന്നെയാണ്. ലോകനാഥനായ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഒരു ദോഷവും വരാനില്ല. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവീൻ എന്ന് നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരോടും നാം നിർദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങൾ അവൻ്റെ നിർദ്ദേശം നിരാകരിക്കുകയാണെങ്കിൽ അവന് ഒരു തകരാറും സംഭവിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹു ധന്യനും സ്തുത്യർഹനുമായിരിക്കുന്നു.